Good evening, children. Good evening, Miss. Good evening, Miss. Okay, all of you take your textbook. Page number 30. Page number 30. പാട് സാത്ത്. എത്ര 7 പറയാ? സാത്ത് അല്ലേ? പാട് സാത്ത്. ഈ കീ മാത്ര. നമ്മള് പേരിന്റെ ഒക്കെ ചിഹ്നം പഠിച്ചു. ആ ഇ. ഈ 2 അക്ഷരത്തിന്റെ ചിഹ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ വാക്കുകൾ പഠിച്ചു. സെന്റൻസ് പഠിച്ചു. ഇനിയിപ്പോ ഈ കീ മാത്ര. അവിടെ ഹെഡിങ് കണ്ടോ? ഈ കീ മാത്ര. ബ്രാക്കറ്റ് കണ്ടോ നിങ്ങള്? ഈന്റെ ചിഹ്നം കണ്ടോ? ഇതാണ് ഈന്റെ ചിഹ്നം. ഈ കീ മാത്ര. ഈന്റെ ചിഹ്നം. ലിസൺ ഹിയർ. ഈ കീ മാത്ര. ബ്രാക്കറ്റിൽ ഈന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദായിം ഔർ ലഗ്തി ഹേ. എവിടെയാ ഈന്റെ ചിഹ്നം ചേർക്കുന്നതിനാ പറയുന്നേ? നമ്മുടെ അക്ഷരത്തിന്റെ റൈറ്റ് സൈഡില് അല്ലെ? നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ സൈഡിലാണ് ഈന്റെ ചിഹ്നം ചേർക്കുക. എങ്ങനെയാ? ഇപ്പൊ കാ എഴുതിയാല് ഇവിടെ എക്സാമ്പിൾ കണ്ടോ? കാ എഴുതിയിട്ട് ഇത് കണ്ടോ? കാ എഴുതി ഇതിന്റെ ഈ റൈറ്റ് സൈഡിലാണ് ഈന്റെ ചിഹ്നം. കണ്ടോ? കീ. കാ പ്ലസ് ഈ കീ മാത്ര ഈക്വൽ ടു കീ. കാ എഴുതിയിട്ട് ഈന്റെ ചിഹ്നം കൊടുക്കുമ്പോ അത് ഏത് അക്ഷരാവും? കീന്നാവും അല്ലെ? അതുപോലെ അടുത്തത് നിങ്ങളുടെ ബുക്കിൽ ശ്രദ്ധിച്ചോ? ബുക്കിൽ ശ്രദ്ധിക്കേ. ഖ പ്ലസ് ഖയുടെ അടിയിൽ ഒരു വര കണ്ടോ? അത് വായിക്കുന്നത് ഖ് എന്നാണ് കേട്ടോ. ഖ് പ്ലസ് ഈ കീ മാത്ര ഈക്വൽ ടു ഖീ. ഗ പ്ലസ് ഈ കീ മാത്ര ഈക്വൽ ടു ഗീ. ഇവിടെ മാത്സ് വന്നല്ലേ? പ്ലസും മൈനസും ഈക്വൽ ടു ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ക്ലാസ് മാറിപ്പോയോ നമുക്ക്? നെക്സ്റ്റ് നോക്കിയോ. ര് പ്ലസ് ഈ കീ മാത്ര ഇസ് ഈക്വൽ ടു രീ. ല് പ്ലസ് ഈ കീ മാത്ര ഈക്വൽ ടു ലീ. പ് പ്ലസ് ഈ കീ മാത്ര ഈക്വൽ ടു പി. അപ്പൊ ഇതെന്താ ചെയ്യണ്ടേ? ഇതിന്റെ അടിയിൽ ഇംഗ്ലീഷിൽ എഴുതിയുണ്ടോ? അത് വേണ്ട കേട്ടോ. നിങ്ങളോട് എത്ര പറഞ്ഞാലും ചിലര് പിന്നെയും ഇംഗ്ലീഷിന്റെ അതും കൂടി എഴുതി വെക്കും. നിങ്ങൾ നോട്ട് ബുക്കിലോട്ട് എഴുതണം. പാഠത്തിന്റെ പേര് എഴുതുക, ഈ കീ മാത്ര എന്ന് എഴുതുക, ബ്രാക്കറ്റിൽ ഈന്റെ ചിഹ്നം എഴുതണം. അവിടെ ഇതിന്റെ ഡേറ്റ് ഇടുക. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ് ഇടുക ബുക്കിന്റെ. എന്നിട്ട് നോട്ട് ബുക്കിലോട്ട് ഇത് എഴുതണം. അവിടെ എഴുതിക്കോ. സൈഡിലെ നോട്ട് ബുക്കിൽ എഴുതണം എന്ന് എഴുതിക്കോ. റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക്. പിന്നെ എന്നിട്ട് എന്താ എഴുതേണ്ടത്? ക പ്ലസ് ഈ കീ മാത്ര ഈസ് ഈക്വൽ ടു കീ. അങ്ങനെ തന്നെ എഴുതണം. അപ്പൊ എങ്ങനെയാ? കീ എന്ന് എഴുതുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഇംഗ്ലീഷിൽ അതിന് താഴെ കാണുന്ന ഇംഗ്ലീഷ് എഴുതണ്ട. നെക്സ്റ്റ് നോക്കിയോ. പഠോ. പഠോ എന്ന് പറഞ്ഞാല് വായിക്കുവിൻ, പഠിക്കുവിൻ. ഹാത്തി. ലിസൺ. ഹാത്തി. എങ്ങനെയാ ഹാത്തി എന്ന് എഴുതുവാ? മുഹമ്മദ് നാഫി, ലിസൺ ഹിയർ. ഹാത്തി. അവിടെ എങ്ങനെയാ ഹാത്തി എന്ന് എഴുതി ശ്രദ്ധിച്ചേ? ഹ് പ്ലസ് ആ കീ മാത്ര പ്ലസ് ഥ പ്ലസ് ഈ കീ മാത്ര. രസമില്ലേ കേൾക്കാൻ? നോക്കിയേ ഹാത്തിന്ന് എങ്ങനെ എഴുതിയെന്ന്. അതുപോലെ സാത്തി. ഹാത്തി പറഞ്ഞ ആരാ? ഹാത്തി എലിഫന്റ് അല്ലെ? ആനയ്ക്കാണ് ഹിന്ദിയില് ഹാത്തി പറയാ. എലിഫന്റ്. നെക്സ്റ്റ് സാത്തി. റൈറ്റ് സൈഡിൽ കണ്ടോ?
സാത്തി. സാത്തി എന്ന് പറഞ്ഞ ആരാ? ഫ്രണ്ട്, കൂട്ടുകാരൻ. സാത്തി. സ പ്ലസ് ആക്കി മാത്ര പ്ലസ് ഥ പ്ലസ് ഈക്കി മാത്ര. കണ്ടോ? നെക്സ്റ്റ് നോക്കിയോ, റീന. റീന. എങ്ങനെയാ റീന എന്ന് എഴുതുക? രാ എഴുതി, ഈന്റെ ചിഹ്നം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാ എഴുതി, ആയിന്റെ ചിഹ്നം കൊടുത്തു. നെക്സ്റ്റ് മീന. മാ ഈക്കി മാത്ര, ഞാ ആക്കി മാത്ര. അങ്ങനെയാണത് മീന എന്ന് വരുന്നത് അല്ലെ. അപ്പൊ അതും കൂടെ നോട്ട് ബുക്കിലൂടെ എഴുതണം കേട്ടോ. മുകളിലത്തെ എഴുതി ഒരു ലൈൻ വിട്ടിട്ട് രണ്ടാമത്തെ എഴുതുക. എഴുതി പ്രാക്ടീസ് ആയാലും ചിഹ്നങ്ങൾ ഓർക്കുള്ളൂ. ഇപ്പൊ ഇതൊക്കെ ആദ്യം ഒരു ലെറ്റർ മാത്രം എഴുതി കാണിച്ചു. രണ്ടാമത്തെ നോക്കിയേ, 2 ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ. മൂന്നാമത് കണ്ടോ, പടോ ഔ സമച്ചോ. എന്താ? മ പ്ലസ് ഛ പ്ലസ് ലീ. എന്താ വായിക്ക? ആർക്ക് പറയാം? അമന്ന. എന്താ വായിക്കത്? അത് കൂട്ടി വായിക്കുമ്പോ എന്ത് വാക്കാ വരുന്നത്? മച്ചലി. വെരി ഗുഡ്. അത് ഏത് വാക്കാ വരുന്നത്? മച്ചലി. ഗുഡ്. നെക്സ്റ്റ് നോക്കിക്കോ, ഇ പ്ലസ് ത പ്ലസ് ലി. ആർക്ക് പറയാം? ജുവൽ. പ്ലീസ് അൺമ്യൂട്ട്. ഗുഡ്. തിത്തലി. തിത്തലി എന്ന് പറഞ്ഞ ആരാ? ബട്ടർഫ്ലൈ. നെക്സ്റ്റ് ച പ്ലസ് ത പ്ലസ് രീ. ആർക്ക് പറയാം? ആൻസർ ആണ് കൈ ഉയർത്തി അല്ലെ. ആൻസർ. അൺമ്യൂട്ട് ചെയ്യേ. ഗുഡ്. നിങ്ങൾ കൈ ഉയർത്തിയവരൊക്കെ ഇത് പറയാന്നല്ലേ കൈ ഉയർത്തിയത്? ഗുഡ് ആണ് കേട്ടോ. ചത്തരി. ചത്തരി മീൻസ് അംബ്രല്ല. ഫസ്റ്റ് വൺ മച്ഛലി. മച്ഛലി മീൻസ് ഫിഷ്. തിത്തലി. തിത്തലി എന്ന് പറഞ്ഞ എന്താ? ബട്ടർഫ്ലൈ. ചത്തരി അംബ്രല്ല. അതിന്റെ അടിയിലത്തെ ചിഹ്നം അവിടെ ഇടുന്നില്ല കേട്ടോ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി താഴെ കാണിച്ചാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, नीचे दिए गए चित्रों को देखो और शब्दों की बिंदु की मात्राओं पर पेंसिल चलाओ. എന്താ പറയുന്നത്? അവിടെ ഈന്റെ ചിഹ്നം ഡോട്ട് ഇട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിന്റെ മുകളിലൂടെ പെൻസിലും കൊണ്ട് എഴുതണം. ഫസ്റ്റ് വൺ മച്ചലി. മച്ഛലി എന്ന് പറഞ്ഞാല് ഹൈഫൺ ഇട്ടിട്ട് ഫിഷ് എന്ന് എഴുതണം. മച്ഛലി ഫിഷ് എഴുതി പഠിക്കണം. മച്ഛലി ഫിഷ്. നിങ്ങൾ അവിടെ ഹെഡിങ് ഒന്നും എഴുതണ്ട കേട്ടോ. നോട്ട് ബുക്കിൽ എഴുതുമ്പോ ഇതിന്റെ ഹെഡിങ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. എങ്ങനെ എഴുതണം? മച്ഛലി ഹൈഫൺ ഫിഷ്. നോട്ട് ബുക്കിൽ എഴുതണം കേട്ടോ. നെക്സ്റ്റ് തിത്തലി. ഒരു 2-3 പ്രാവശ്യം എഴുതിക്കോ ഓരോ വാക്കും. ഒരു പേജിൽ ഫുൾ ആയിട്ട് എഴുതാനുണ്ടാവും ഇത്. തിത്തലി. തിത്തലി പറഞ്ഞാല് ബട്ടർഫ്ലൈ. ഹൈഫൺ ഇട്ടിട്ട് ബട്ടർഫ്ലൈ. നെക്സ്റ്റ് ബബ്ലി. എന്താ ബബ്ലി എന്ന് പറഞ്ഞാല്? ആ തുള്ളി ചാടുന്നതിന് കണ്ടില്ലേ? എന്താ നിങ്ങൾ പറഞ്ഞ സ്കിപ്പ് ചെയ്യാന്നല്ലേ? ബബ്ലി. നെക്സ്റ്റ് പാനി. പാനി ഹൈഫൺ വാട്ടർ. ഇവിടെയൊക്കെ ഈക്ക് ഈ മാത്രാക്കോ എന്താ? പെൻസിൽ കൊണ്ട് അതിന്റെ മുകളിലൂടെ എഴുതണം എന്നാ പറയുന്നത്. നിങ്ങൾക്ക് അത് ഡോട്ട് ഇട്ട് തന്നത് അതിന്റെ മുകളിലൂടെ എഴുതുക. നെക്സ്റ്റ് റാണി. റാണി ക്യൂൻ. നാനി ഗ്രാൻഡ് മദർ, മുത്തശ്ശി അല്ലേ. നെക്സ്റ്റ് ഹാത്തി. നെക്സ്റ്റ് പേജ് നോക്കിയോ. ഹാത്തി. ഹാത്തി മീൻസ് എലിഫന്റ്. സീറ്റി വിസിൽ. ഇപ്പൊ ഇതിന്റെ ഹിന്ദി വേർഡും ഹൈഫൺ ഇട്ടിട്ട് ഇംഗ്ലീഷ് വേർഡും എഴുതണം. അടുത്ത ദിവസം ഡിറ്റേഷൻ ഇടും കേട്ടോ. ഇവിടെ എഴുതി വെച്ചോ ഡിറ്റേഷൻ.
ഇതെന്താ പഠിച്ചത് നമ്മൾ ഇന്ന്? ഈന്റെ ചിഹ്നം ചേർത്തിട്ടുള്ള അക്ഷരങ്ങളും വാക്കുകളും. നെക്സ്റ്റ് പേജ് എടുത്തേ. പേജ് നമ്പർ 32. പേജ് നമ്പർ 32. ഇത് ഹോംവർക്ക് ചെയ്യണം. ചെയ്യുവോ? ഇതെല്ലാം ഈന്റെ ചിഹ്നമുള്ള വാക്കുകളാണ്. ഈന്റെ ചിഹ്നം വരണം അവിടെ. എഴുതിക്കോ അവിടെ. ഞാനിപ്പം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് എഴുതി തരുന്നുണ്ട് അല്ലെ, എഴുതി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ നിന്ന് നന്നായിട്ട് എഴുതി പഠിക്കണം. സ്കൂളിൽ വന്ന് നമ്മൾ എടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലാസ്സിൽ തന്നെ എഴുതിക്കായിരുന്നു. ഇതിപ്പോ നിങ്ങൾ വീട്ടിലല്ലേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മിസ് ഇതിപ്പോ പറഞ്ഞു തരും. നിങ്ങൾ വീട്ടിൽ നിന്ന് നന്നായിട്ട് റഫ് ബുക്കിൽ എഴുതി പഠിക്കണം. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 32 ഫസ്റ്റ് വൺ മച്ഛലി. എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലെ, മച്ഛലി. നെക്സ്റ്റ് നോക്കിയേ, ബട്ടർഫ്ലൈക്ക് എന്താ ഹിന്ദി പറയാ? തിത്തലി. ഇപ്പഴത്തെ പേജിലുണ്ടല്ലേ, എങ്ങനെയാ തിത്തലി എന്ന് എഴുതുക എന്ന് ആദ്യം നമുക്ക് കാണിച്ചു തന്നു. അതിവിടെ എഴുതണം. ഇപ്പൊ എഴുതാനല്ല പറഞ്ഞത്, പിന്നീട് എഴുതുക. തിത്തലിന്ന് എങ്ങനെ എഴുതും? ഫസ്റ്റ് തി പ്ലസ് ത പ്ലസ് ലീ, അതാണ് തിത്തലി. തിത്തലി. ലീ എന്ന് വരുമ്പോ ഈക്ക് മാത്രമാണ് വേണ്ടത്. നെക്സ്റ്റ് നോക്കിയേ, എന്താ ഇവിടെ കാണുന്നേ? ആരോ അല്ലെ. ആരോയ്ക്ക് എന്താ പറയാ? എന്താ പറയാ? തീർ. എങ്ങനെ എഴുതുക തീർന്ന്? ലിസൺ, ഇതാണ് തീർ. ആരോ. റൈറ്റ് ഫാസ്റ്റ്. എറിക് അഗസ്റ്റിൻ, വാട്ട് ആർ യു ഡൂയിങ് ദേർ? എഴുതിയ നീ? എഴുതിയടാ? പിന്നീട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. അവിടെ ഇവിടെ നോക്കിയിരിക്കും അവൻ. തീർ. നെക്സ്റ്റ് എന്താണ്? വാച്ച് അല്ലെ. വാച്ചിന് എന്താ പറയാ? ഘടി. എങ്ങനെയാ ഘടി എന്ന് എഴുതുക? ഇതാണ് ലിസൺ, ഘടി. നെക്സ്റ്റ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചടിയാണ് അല്ലെ. സ്റ്റിക്ക്. സ്റ്റിക്കിന് എന്താ പറയാ? ചടി. ചടി. എല്ലാത്തിനും ഈന്റെ ചിഹ്നമാണ് വരേണ്ടത്. നമ്മൾ ഇന്ന് പഠിച്ചത് ഈ കീ മാത്രമാണ്. ഇവിടെ വരുമ്പോ ഈന്റെ ചിഹ്നം കൊടുക്കണം. ചടി മീൻസ് സ്റ്റിക്ക്. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് പിക്ചറിലെ ആണിയാ കാണുന്നല്ലേ, മുള്ളാണിയാ കാണുന്നത്. അതിനെന്താ പറയാ? കീൽ. കീൽ എന്ന് പറഞ്ഞ ആണി എന്നാണ്. കീൽ. കീൽ. നെക്സ്റ്റ് നോക്കിയോ, ഈഗിൾ അല്ലേ. ഈഗിളിന് എന്താ പറയാ? ചീൽ. ലിസൺ, ചീൽ എന്ന് പറഞ്ഞാൽ ഈഗിൾ, പരുന്ത്. ഞാൻ തെരേസ എഴുതുന്നില്ല. എഴുതി കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് നോക്കിയോ, അവിടെ ഒരു ദീപം കത്തിച്ചിരിക്കുന്ന കാണുന്നല്ലേ, അതിനെന്താ പറയാ? ദീപ്. ദീപ്.
ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അവിടെ എന്താ പിക്ചർ? സീത അല്ലേ? സീത, സീത. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു പാത്രം കണ്ടില്ലേ? ഒരു പ്ലേറ്റ് ആണ് അത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റ്, കിണ്ണം എന്നൊക്കെ പറയാം, പ്ലേറ്റ്. അപ്പൊ എന്താ പ്ലേറ്റിന് ഹിന്ദിയിൽ പറയാ? थाली. थाली. ലിസൺ. പ്ലേറ്റ് എന്നാണ് മീനിങ് അവിടെ. थाली. നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ പിക്ചർ തന്നിട്ട് അത് എന്താന്ന് എഴുതാനാണ് ഉണ്ടാവുക. നിങ്ങൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ? എക്സാമിന് കണ്ടില്ലേ കഴിഞ്ഞ പ്രാവശ്യം? അപ്പൊ ഇങ്ങനെ ഇത് നന്നായിട്ട് പഠിക്കണം. വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചാൽ പോരാ. ഏതൊക്കെ വാക്കുകളായിരുന്നു? മച്ചലി, ഫിഷ്, തിത്തലി, ബട്ടർഫ്ലൈ, തീർ, ആരോ, ഖടി, വാച്ച്, ചടി, സ്റ്റിക്ക്, കീൽ. എന്താണ് പറയാ? അതിനെന്താ പറയാ? നമ്മള് ആണിക്ക് എന്തായിരുന്നു പറയുന്നത്? വീണ്ടും മറന്നുപോയല്ലോ. അടുത്ത ദിവസം കണ്ടുപിടിച്ച് വരണം കേട്ടോ. കീൽ ആണി എന്നാണ്. ചീൽ, ഈഗിൾ, ദീപ്. ദീപ് എന്ന് പറഞ്ഞാൽ എന്താ? ദീപം അല്ലെ? വെളിച്ചം. സീതാർ, സീതാർ തന്നെ. थाली, പ്ലേറ്റ്. ഈ പേജ് നമ്പർ 33 കണ്ടോ? എന്താ അത്? കുറെ പിക്ചർ ഉണ്ട് അല്ലേ? നോക്കിയേ, ഫസ്റ്റ് വൺ. ചിത്ര കോ ദേഖ്കർ സഹി ശബ്ദ പർ ടിക്ക് അല്ലെ? ടിക്ക്. ഔർ ഗലത് പർ തെറ്റുള്ള ചിഹ്നം കണ്ടില്ലേ? കാ ചിഹ്നി ലഗാവോ. ഇവിടെ എന്താ പറഞ്ഞ? താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. അതിന്റെ ഇപ്പുറത്തെ ഒരു ബോക്സിനകത്ത് ഡാഷ് ഉണ്ട് അല്ലെ? ബോക്സ് ഒന്നുമില്ല അതിനകത്ത്. അതിനകത്ത് നമ്മള് ഇവിടെ പേരും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഫസ്റ്റ് ഒരു ആനയുടെ പിക്ചർ കൊടുത്തു. All stand up. All stand up. Sit down. Stand up. Sit down. Okay. ഉഷാറായില്ലേ? ഇവിടെ ആനയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? എലിഫന്റ് പിക്ചർ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഹാത്തി, സാത്തി എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എലിഫന്റിന് എന്താ ഹിന്ദി പറയാ നമ്മൾക്ക് അറിയാം അല്ലെ? എന്താണ്? സാത്തി. കറക്റ്റ് അല്ലേ? എലിഫന്റിന് സാത്തി എന്നല്ലേ പറയാ? ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തമ്പ് താഴ്ത്തി കാണിക്ക. ആ, നമ്മുടെ അനിഹി ഹൈഫി എന്താ ചെയ്തറിയാ? വേറെ പേജ് മറിച്ച് നോക്കുക. ടീച്ചർ എന്തീ പറഞ്ഞ? ഹാത്തി എന്നാണോ സാത്തി എന്നാണോ എലിഫന്റിനെ നോക്കുക. അവര് പേജ് മാറിപ്പോയോന്ന് അല്ലേ? അല്ല, ഹാത്തി. ഹാത്തി എന്നുള്ള ആ ബോക്സിനകത്ത് നമ്മള് സഹി ശബ്ദ് ശരിയാണെങ്കിൽ ശരി എന്നുള്ള ടിക്ക് മാർക്ക് ഇടണം. ഗലത്ത് എന്ന് പറഞ്ഞ എന്താ? തെറ്റ്. തെറ്റിന്റെ ഇൻഡു ചിഹ്നം അല്ലേ? ഹാത്തി എന്നുള്ളടുത്ത് ആ ബോക്സ് റൈറ്റ് സൈഡിൽ ആ ബോക്സിൽ നമ്മൾ ശരി ഇടണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അവിടെ ഒരു അമ്മയുടെ പിക്ചറാ കാണുന്നല്ലേ? ലടുക്കി. ഒരു പെൺകുട്ടിയാണോ ഒരു അമ്മയാണോ അവിടെ ഉള്ളത്? ഒരു അമ്മയാ അല്ലെ? അപ്പൊ ലടുക്കി എന്നല്ല പറയാം. ലടുക്കി എന്ന് പറഞ്ഞ പെൺകുട്ടി എന്നാണ്, ചെറിയ കുട്ടി. മഹിള, മഹിളയാണ് അവിടെ കറക്റ്റ്. അപ്പൊ രണ്ടാമത്തത് മഹിള എന്നുള്ളടത്ത് ടിക്ക് ഇടുക. തെറ്റാണെങ്കിൽ അവിടെ തെറ്റും ചിഹ്നം ഇടണം. സാത്തി എന്നുള്ളടത്ത് തെറ്റാണ്, അതുപോലെ ലടുക്കി എന്നുള്ളടത്ത് തെറ്റിന്റെ ചിഹ്നം ഇടുക. നെക്സ്റ്റ് എന്താ? ഇവിടെ ഒരു ചാക്ക് കെട്ട് കാണുന്നുണ്ടോ? അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് എന്താ? ഫോർ ഷുഗർ, ചീനി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ?
അപ്പൊ അതെന്താണ്? ചീനിയാണ്. ചീനി എന്നുള്ളിടത്ത് ടിക്ക് ഇടുക. ഫസ്റ്റ് വൺ ചീനി ടിക്ക് ഇടുക. ആദ്യത്തെയാണ്. രണ്ടാമത്തതിന് തെറ്റിടുക. ശരിയാ? നെക്സ്റ്റ് നോക്കിയ റൈറ്റ് സൈഡില് അവിടെ ഒരു ക്യൂനിന്റെ പിക്ചർ ഉണ്ടല്ലേ. ക്യൂന് എന്താ ഹിന്ദി പറയാ? കിങ് ആണോ? അല്ല, റാണി അല്ലേ? ഫസ്റ്റ് വൺ റാണി. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഇങ്ങനെ ഉണ്ടാവണം. തെറ്റുള്ളിടത്ത് തെറ്റിടുക, ശരിയായതിന് ശരിയിടുക. ഓക്കെ. നെക്സ്റ്റ് അവിടെ ഒരു ഉടുപ്പ് കാണുന്നല്ലേ, ഒരു ഫ്രോക്ക് കാണുന്നുണ്ട്. അതിന്റെ കളറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കളേഴ്സ് പഠിച്ചല്ലോ, ആദ്യം തന്നെ പഠിച്ചു. ഇത് എന്ത് കളറാണ്? ആർക്ക് പറയാം? റെഡ് കളറാ അല്ലേ? അല്ല ഇഫ്ര? ഒന്ന് അൺമ്യൂട്ട് ചെയ്യട്ടെ ഇഫ്രനെ, പ്ലീസ് അൺമ്യൂട്ട്. ഇഫ്ര എന്താണ്? റോസ് കളറോ? ആ, നീല കളറാ. നീലി എന്നാണ് വരുന്നത് അല്ലേ? നീലി. അതിനാണ് ടിക്ക് ഇടുക. അപ്പം ഇഫ്ര മ്യൂട്ട് ആക്കല്ലേ. നെക്സ്റ്റ് പിക്ചർ എന്താ മോളെ അവിടെ കാണുന്നത്? എന്ത് കളറാ മോളുടെ ബുക്കിലുള്ളത്? എല്ലാരും ശ്രദ്ധിക്കണേ. അവിടെ കാലിന്നും ഹരിന്നും കൊടുത്തിട്ടുണ്ട്. കാലി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, ഹരി എന്ന് പറഞ്ഞാൽ ഗ്രീൻ. ഇതിൽ ഏതെങ്കിലും ഒരു കളറാണോ അവിടെ കൊടുത്തിരിക്കുന്നേ? നോ, ഇതിൽ രണ്ട് കളറും ഇല്ല അല്ലെ അവിടെ? ഗ്രേ ആണോ അവിടെ ഉള്ളത്? അല്ല, വയലറ്റ് കളറാണോ? ഗ്രേ ആണോ ഉള്ളത് അവിടെ? നമുക്കിപ്പോ ഇവിടെ മിസ്സിന്റെ ബുക്കില് വയലറ്റ് കളർ ആയിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ബുക്കാണ് കേട്ടോ. ഇത് വയലറ്റ് കളർ അല്ലേ? അന്നപ്പോ അവിടെ ബൈങ്കനി എന്നുള്ള കളർ ഇല്ല അവിടെ. അവിടെ കാലിന്നും പിന്നെ ഹരിന്നേ ഉള്ളൂ. അതിന് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, കണക്കായ കളർ അവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഓക്കെ, അതൊന്നും ചെയ്യണ്ട കേട്ടോ. കാലി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, ഹര എന്ന് പറഞ്ഞാല് ഹരി എന്ന് പറഞ്ഞാൽ പച്ച, ഗ്രീൻ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ രണ്ട് കളറും അല്ല അവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. അതൊന്നും ചെയ്യണ്ട നിങ്ങള്. അത് അച്ചടി അവിടെ ബുക്കിൽ വന്ന മിസ്റ്റേക്ക് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഗാഡി സാഡി. എന്താ പിക്ചർ? ഗാഡി സാഡി. അവിടെ എന്താണുള്ളത്? സാരിയാണ് അവിടെ കാണുന്നത്? അല്ല, ഗാഡിയാണ്. ഗാഡി മീൻസ് വണ്ടി. ഗാഡി എന്നുള്ളിടത്ത് ഫസ്റ്റ് വൺ ടിക്ക് ഇടുക. സാഡി എന്ന് പറഞ്ഞ സാരിയാ കേട്ടോ. ഫസ്റ്റ് ശരിയായത്, സാഡി തെറ്റ്. നെക്സ്റ്റ് നോക്കിയ ഇപ്പുറത്ത് ഇവിടെ സാരി വന്നിട്ടുണ്ടല്ലേ. ഫസ്റ്റ് വൺ സാഡി, ഇതാണ് കറക്റ്റ്. സാരി എന്നുള്ളതാണ് സാഡി. ഹിന്ദിയിൽ സാഡി എന്നാ പറയാ. സാഡി ഫസ്റ്റ് വൺ ശരിയാണ്. നെക്സ്റ്റ് ഛത്തരി ചൽനി. ഏതാ കറക്റ്റ്? ഛത്തരി അല്ലെ? ഛത്തരി എന്നുള്ളതിന് കറക്റ്റ് ശരിയായിട്ട് ഇടുക. ചൽനി എന്നുള്ളിടത്ത് തെറ്റായത് ഇടുക. നെക്സ്റ്റ് വൺ സീട്ടി. സീട്ടി എന്താ? സീട്ടി എന്ന് പറഞ്ഞ വിസിലിന് എന്താ നമ്മൾ പറയാ? ഇപ്പുറത്തെ പേജിലുണ്ടല്ലോ വിസില് ഇല്ലേ? ഇവിടെ ഉണ്ട്. ഇതാണ് സീട്ടി. ഈ അക്ഷരമാണ് കറക്റ്റ്. ഈ അക്ഷരം സീട്ടി കറക്റ്റ് ആയതിന് ശരിയിടുക. രണ്ടും വായിക്കുന്നത് സീട്ടി തന്നെയാണ്, പക്ഷെ അക്ഷരം തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ രണ്ടാമത്തത് താഴത്തതാണ് കറക്റ്റ്. വിസില് താഴത്തത് കേട്ടോ. മുകളിലത്തെ സീട്ടി പറഞ്ഞ ലാഡർ, ഏണി എന്നാണ് അതിനർത്ഥം. താഴത്താണ് കറക്റ്റ്. ഒന്ന് കാണട്ടെ, എല്ലാവരുടെ ബുക്ക് ഒന്ന് സ്ക്രീനോട് അടുപ്പിച്ച് കാണട്ടെ. Maria, where is your book? അമ്മയാണോ എഴുതുന്നേ? അങ്കിൾ ആയിരിക്കും അല്ലേ? എനിക്കറിയാം.
രസ എഴുതിയില്ലേ? ബിനിയ ബിനോയ് പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഓക്കെ ഓക്കെ ഗുഡ്. അപ്പൊ അത് കഴിഞ്ഞല്ലേ? അപ്പൊ നെക്സ്റ്റ് പേജിൽ നോക്കിയേ, ഈസിയാണ്. ഈ കീ മാത്ര ലഗാക്ക ശബ്ദ പൂരാ കരോ. ശ്രദ്ധിച്ചേ, പേജ് നമ്പർ 34. ഒന്നുമില്ല, കുറെ പേജ് എടുക്കുന്നേ ഉള്ളൂ. ഈസിയാണ്. അവിടെ ഈന്റെ ചിഹ്നം കൊടുക്കാനാ പറഞ്ഞത്. അവിടെ എന്താന്ന് ലഡുക്ക് എന്നാ കൊടുത്തത് അല്ലെ? ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ച ഇൻ, ചന്ന കൊടുത്തിട്ടുണ്ട്. അവിടെ ചീനി എഴുതിയിട്ടുണ്ട് അല്ലെ? നെക്സ്റ്റ് ലഡുക്കി, ഈന്റെ ചിഹ്നം കൊടുക്കുക. കായ്ക്ക് ഈന്റെ ചിഹ്നം കൊടുക്കുക. ബിജലി രണ്ടാമത്തത്, തിത്തലി. സീത, ഗീത, രീത. ഈ വർക്കും കൂടെ ചെയ്ത് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. पीठ, चील, गीत, दीवाली, मनमानी, राजधानी. मिस കാണിച്ചു തരാം എഴുതിയത്. ശ്രദ്ധിക്ക്, റൈറ്റ് ഫാസ്റ്റ്. ആദ്യത്തേത് കണ്ടോ? ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് റോ കണ്ടോ? ഫോർത്തിന്റെ ശ്രദ്ധിച്ചെഴുതിക്കേ. നോക്കിക്കോ കറക്റ്റ് ആണോന്ന്. ഇതൊക്കെ എഴുതി ഒന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നാ തെറ്റാണെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് തന്നെ ഹോംവർക്ക് ചെയ്യാലോ. എക്സാമ്പിൾ 4 ഇവിടെ HW എഴുതിക്കോ. തന്നെ ചെയ്യാതെ ഈസിയാണ്. ലാസ്റ്റത്തെ അഞ്ചാമത്തെയും ഹോംവർക്ക് ചെയ്യാം. നാലാമത്തെയും അഞ്ചാമത്തെയും ഹോംവർക്ക് ചെയ്യാം. എഴുതി വെച്ചോട്ടോ. നാലാമത്തത് ടഫ് ആണോ? വായിച്ചു തരാം. ഫസ്റ്റ് വൺ, താലി ഖീർ. താലി പറഞ്ഞ പ്ലേറ്റ് അല്ലേ? ഖീർ എന്ന് പറഞ്ഞാല് വെണ്ണ. സോറി, പാത്രത്തില് വെണ്ണ എന്നല്ല, ഖീർ തൈര്. രണ്ടാമത്തത് ഫിഷ് അല്ല, ഫിഷിന് എന്താ പറയാ? മച്ചലി. ലീ എന്നാണ് അവിടെ എഴുതേണ്ടത്. അതെവിടെയാ കാണുന്നത്? പാന്ന് കൊടുത്തിട്ടുണ്ടല്ലേ? മച്ചലി എവിടെയാ ഉള്ളത്? പാനി, വെള്ളത്തില്. പാനി എന്നാണ് വരിക. മൂന്നാമത്തത് ദ്വീപ് ബാലി. ദ്വീപ് ബാലി. ദ്വീപ് ബാലി. അറിയില്ലേ? പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് എന്താ? കിങ്ങിനെയും ക്യൂനെയും കാണിക്കുന്നുണ്ടല്ലേ? രാജ, റാണി. അതവിടെ രാജാന്നേ വരുള്ളൂ, ഈന്റെ ചിഹ്നം വരില്ല അവിടെ. രാജ, റാണി. നെക്സ്റ്റ് ഒരു ഫ്ലവർ കണ്ടോ അവിടെ? അവിടെ നീല. നീല എന്ന് കൊടുത്താൽ മതി കേട്ടോ. നീല. പീല. പീല മീൻസ് യെല്ലോ. ആ കളേഴ്സിനെ സൂചിപ്പിച്ചാൽ മതി. നീലയും മഞ്ഞയും. നീല, പീല. അവിടെ ചിഹ്നം, ഈന്റെ ചിഹ്നം മാത്രമേ ഇട്ട് കൊടുക്കണ്ടു നിങ്ങള്. ലാസ്റ്റ് വൺ കേട്ടോ. നാ എഴുതി ഈന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. പാ എഴുതി ഈന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. ബാക്കി ഇതറിയില്ലേ? അഞ്ചാമത്തെ അറിയില്ലേ? ഖടി, തീർ, ചീൽ, കീൽ, നദി, ചീനി. മുൻപത്തെ പേജിലുള്ളത് തന്നെയാണ്. ഇത്രയുള്ള നമ്മുടെ ക്ലാസ് ഇന്ന്. അക്ഷരദീപത്തിൽ എന്തായിരുന്നു? ഒന്നും ചെയ്തില്ല അല്ലെ? ഒരു പേജ് എഴുതണല്ലോ. എഴുതി പ്രാക്ടീസ് ചെയ്യോ നിങ്ങള്? ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഡിറ്റേഷൻ ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് പഠിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ ഈ ക്ലാസ്സിലുണ്ടോ? കഴിഞ്ഞ പീരീഡ് ഇല്ലാത്തവര് ആരെങ്കിലും ഉണ്ടോ? 2 ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണോ ഇവരൊക്കെ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ടീച്ചറിനോട്. അൺമ്യൂട്ട് ചെയ്യാം.
ഹിബ ഫാത്തിമ. എറിക്ക് അൺമ്യൂട്ട് ചെയ്തോ. ആരാ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഏത് പാടുവാന്ന്? മുഹമ്മദ് അഫ്ല പറഞ്ഞു കൊടുക്കുക. അവൻ റേഞ്ച് ഇല്ലാതെ വയ്ക്കുന്ന. ഷിഫാന ഏത് പാടാന്ന് എറിക്കിന് പറഞ്ഞു കൊടുത്തേ മോളെ. ഷിഫാന ഫാത്തിമ. ഞാൻ വന്നപ്പോ തന്നെ എഴുതി വെക്കാൻ പറഞ്ഞില്ലേ? അവിടെ അല്ല, ഇന്ന് എടുത്ത പാടത്തിന്റെ വേറെ ആരോടും ചോദിക്കേണ്ടില്ല. അത് ശരി. ഇപ്പൊ ഇനി ആരോടാ ചോദിക്കണ്ടേ? ജുവലെ ഒന്ന് പറഞ്ഞു കൊടുത്ത മോളെ. എല്ലാരും പെട്ടു. ആരും ശ്രദ്ധിച്ചില്ല അല്ലെ? ഏതാണ്? 30 പേജ് ആണോ? മച്ചലി, തിത്തലി, ബബലി, പാനി, റാണി, നാനി, ഹാത്തി. യാഗി. അല്ല, ഹാത്തി സീറ്റിനും കൂടെ വായിക്കാൻ കംപ്ലീറ്റ് ആയില്ലേ? ഹാത്തി, സീറ്റി. ഇതിന്റെ താഴെയുള്ള വർക്കിന് എടുത്തിട്ടില്ല കേട്ടോ. ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മതി. അതാണ് അടുത്ത ദിവസം ഡിറ്റേഷൻ ഉണ്ടാവും. അത് ഫസ്റ്റ് പീരീഡ് ഡിറ്റേഷൻ ഉണ്ടാവും. അവിടെ എഴുതി വെച്ചോ ഡിറ്റേഷൻ. പിന്നെ ഈ പേജ് നമ്പർ 29 കണ്ടോ? ഇത് കണ്ടോ? പേജ് നമ്പർ 29 ഇതും ഉണ്ടാവും നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റ്. അവിടെ എഴുതി വെച്ചോ ക്ലാസ് ടെസ്റ്റ് എന്ന്. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പേജ് നമ്പർ 29 ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ബഗിയാമേ ഗിർഗിഡ് था, रिमझिम बारिश आई, पलंग पर तकिया रख और चादर बिछा, बाज लगाकर दिया जला, रविवार का दिन था, रवि, विकास, विशाल, कविता और वरिदा पिकनिक पर गए. എന്തോ വേം പറഞ്ഞോ. പാട്. ഡിറ്റേഷൻ ഇടും. ഇതിന് രണ്ടെന്ന് ഞാൻ ഇടും. അടുത്ത ദിവസം ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇന്ന് മറന്നുപോയല്ലേ ഡിറ്റേഷൻ ഇടാൻ? സാരമില്ല, അടുത്ത ദിവസം ഇതെല്ലാം വേർഡ്സ് ഇടാം. അടുത്ത ദിവസം ഇടാം കേട്ടോ. നമ്മുടെ ക്ലാസ് ഇപ്പം തീരും. ഇനിയോ വേറെന്താണ്? അനിഹ ഉറങ്ങുമായിരുന്നോ? നമുക്ക് അടുത്ത ആഴ്ച കാണാല്ലേ. ജുവലിന് എന്തോ ഡൗട്ട് ഉണ്ടല്ലോ. ജുവലെ വേഗം പറഞ്ഞോ. ടീച്ചർ പറഞ്ഞില്ലേ പേജ് നമ്പർ 32 മറ്റേ ബ്ലാക്ക് കളർ ഡ്രസ് കാണുന്നില്ലേ? അതിനില്ലേ ഞാനില്ലേ മോള് കാലിന്ന് അതിന് ടിക്കിട്ടു. അവിടെ കറുപ്പ് കളറാണോ? അതെ, കറുപ്പ് കളറാണ്. നിങ്ങൾ കാലിന്നുള്ളതിന് ടിക്കിടണം കേട്ടോ. മിസ്സിന്റെ ബുക്കില് കറക്റ്റ് അല്ലാത്ത പിക്ചർ ആയതുകൊണ്ട് പറഞ്ഞു. അവിടെ നിങ്ങൾ കറുപ്പ് കളർ ആണെങ്കിൽ കാലി എന്നുള്ളതിന് ടിക്കിടണം. ശരിയായത് കേട്ടോ. എല്ലാവരും ചെയ്യണത് ആ ഉടുപ്പിന് കറുപ്പ് കളറാണെങ്കിൽ കാലി എന്നുള്ളതിന് ടിക്കിടുക, പച്ചയാണെങ്കിൽ ഹരി എന്നുള്ളതിന്. നമ്മുടെ ബുക്കില് കണ്ടോ, മിസ്സിന്റെ ബുക്കിൽ കണ്ടില്ലേ നിങ്ങള്? വയലറ്റ് കളറാണ്. രണ്ടും കറക്റ്റ് അല്ല. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ എങ്ങനെയാന്ന് മിസ്സിന് അറിയുന്നില്ല. ബ്ലാക്ക് ആണെങ്കിൽ കാലി എന്നുള്ളതിന് ടിക്കിടുക, പച്ചയാണെങ്കിൽ ഹരി എന്നുള്ളതിന് ടിക്കിടുക. ഓക്കെ, ബൈ പറയട്ടെ. ബൈ.
താങ്ക് യു. താങ്ക് യു ടീച്ചർ. ക്ലാസ് പെട്ടെന്ന് തീർന്നു പോന്നല്ലേ. നമുക്ക് സ്കൂള് തുറക്കട്ടെ, കാണാം നമുക്ക്. യെസ്. ബൈ, സീ യു. ബൈ.